മക്കളെ, ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിൻ്റെ ഓണം എക്സാം ക്വസ്റ്റ്യൻ ആൻസർ കീ നോക്കാം. കുട്ടികൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചെയ്യാൻ വൈകിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ജൂലിയ और लूना कहानी का अंश पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखिए. ജൂലിയ और ലൂണ എന്ന കഹാനിയുടെ ഭാഗം വായിച്ചതിന് ശേഷം 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. നോക്കാം. दिन हफ्ते महीने बीत गए पर लड़की तो उधरी ही नहीं. लोगों को जब पता चला तो उसके लिए गाना, पानी, स्टोव, किताबें, गद्दा, कंबल, कपड़े सब ले आए. शुक्रिया. लड़की चहचहाई. उसने चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ പെൺകുട്ടി ഇറങ്ങിയില്ല, മരത്തിൽ നിന്നും ഇറങ്ങിയില്ല. ലോകോങ്കോ ജബ് പതാ ചലാത്തോ, ആളുകൾക്ക് എപ്പോഴാണ് വിവരം ലഭിച്ചത് അപ്പോൾ അവർ ആ പെൺകുട്ടിക്ക് വേണ്ട ഭക്ഷണം, വെള്ളം, സ്റ്റൗ, പുസ്തകം, വസ്ത്രം മുതലായവ എത്തിച്ചു. ശുക്രിയ. ലടുക്കി ചഹചഹായി. പെൺകുട്ടി പക്ഷികളെ പോലെ ശുക്രിയ, നന്ദി പറഞ്ഞത്. പക്ഷികൾ ചഹചഹാന പറഞ്ഞാൽ അവർ സന്തോഷം കൊണ്ടോ ശബ്ദം ഉണ്ടാക്കും, ചിലയ്ക്കും, അതാണ് ചഹചഹായി പറഞ്ഞത്. അതുപോലെ പെൺകുട്ടി എന്ത് പറഞ്ഞു? ശുക്രിയ, നന്ദി പറഞ്ഞു. ഉസ്നെ ചിടിയോക്കി തര പേട് പർ അപ്ന ഘോംസല ബനാ ലിയ. അവൾ പക്ഷികളെ പോലെ മരത്തിൽ ഘോംസല, കൂട് കെട്ടി. ചോദ്യം നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണ് ഒന്നാമത്തെ ചോദ്യം. ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ലോഗോനെ ലടുക്കിക്കോ ധന്യവാദ ദിയ, ലടുക്കിനെ ലോഗോക്കോ ധന്യവാദ ദിയ. ഇതാണ് ശരിയില്ലേ? പെൺകുട്ടിയാണ് എന്ത് ചെയ്തത്? ആളുകൾക്ക് നന്ദി പറഞ്ഞത്. ലടുക്കിനെ ലോഗോക്കോ ധന്യവാദ ദിയ ഉണ്ടോ? ലടുക്കിനെ ലോഗോക്കോ ധന്യവാദ ദിയ, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകോനെ ലടുക്കിക്ക് മദത് ക്യോം കി. ആളുകൾ എന്തിനാണ് പെൺകുട്ടിയെ സഹായിച്ചത്? ക്യോം കി വഹ് പ്രകൃതിക്ക് സുരക്ഷ കർ രഹി തി. എന്തുകൊണ്ടെന്നാൽ അവൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ മരം മുറിക്കാൻ സമ്മതിക്കാതിരുന്നത് അല്ലേ? അപ്പോൾ അവൾ പ്രകൃതി സംരക്ഷണം ചെയ്യുന്നത് കൊണ്ടാണ് അവളെ ആളുകൾ സഹായിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. जुलाई 1 से 7 तक वन महोत्सव मनाया जा रहा है. इस अवसर पर पेड़ की रक्षा हमारी सुरक्षा का संदेश देते हुए एक പോസ്റ്റർ തയ്യാർ करें. പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 1 മുതൽ 7 വരെ വനമഹോത്സവം ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ പേടിക്ക് രക്ഷ ഹമാരി സുരക്ഷ എന്ന സന്ദേശം നൽകുന്ന പോസ്റ്റർ തയ്യാറാക്കുക. നിങ്ങൾക്കറിയാവുന്നതാണ്. പോസ്റ്റർ വചനം എഴുതുക, ഒരു പേടിൻ്റെ പിക്ചറും വരച്ചിട്ട് ഒരു ബോക്സിലാക്കി എന്താ പറയുക, വളരെ മനോഹരമാക്കിയിട്ട് ചെയ്യാം. അതിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ 4 മാർക്ക് ലഭിക്കുന്നതാണ്. ചെയ്തത് നോക്കാം. വന മഹോത്സവ ജൂലൈ 1 से 7 तक പേടിക്ക് രക്ഷ ഹമാരി, പേടിക്ക് സുരക്ഷ ഹമാരി രക്ഷ അല്ലേ? പേട് മത്ത് കാട്ടോ, പേട് ലഗാവോ, ഹരിയാലി ഫൈലാവോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പേട് കവിതാക്ക് ഏ പങ്ക്തിയാം പടേം. 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് പറഞ്ഞത്. പേട് എന്ന കവിതയുടെ ഈ വരികൾ വായിച്ചതിന് ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. പേട് തും പേട് നഹീം തും ദർജി, തുമ്നെ കിത്തനെ സിലെ ഗോൻസലെ കിത്തനി സിലി ഹവായെ, ധൂബ് സിലി തോ ബിഗർ ഗയി കതരൻ കതരൻ ചായായെ. ചായായേം കൈസെ ബിഗർ ഗയി. ധൂബ് പഠനെ സെ അല്ലേ? ധൂബ് പഠനെ സെ ചായായെ ബിഗർ ഗയി. പേട് കോ ക്യോം ദർജി കഹാ ഗയാ ഹെ. മരത്തിനെ എന്തുകൊണ്ടാണ് തയ്യൽക്കാരൻ എന്ന് പറയുന്നത്? ക്യോം കി വഹ് സബി കോ ജോഡ്നെ കാ കാം കർത്താ ഹെ. എന്തുകൊണ്ടെന്നാൽ അത് എല്ലാത്തിനെയും യോജിപ്പിക്കുന്ന ജോലി ചെയ്യുന്നു, അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? ദർജി എന്ന് പറയുന്നത്. കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖി. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നിരിക്കുന്ന കവിതാഭാഗത്തിന്റെ ആശയം എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചതാണ് പേട് എന്ന കവിതയുടെ ആശയം. എഴുതിയത് നോക്കാം. സുശീൽ ശുക്ലജിക്ക് ഏക് സുന്ദർ കവിത ഹെ പേട്. കവി പേട് കോ ദർജി മാനത്തെ ഹെ.
क्योंकि वह सभी को जोड़ने का काम करता है। पेड़ मिट्टी हवा पानी धूप आदि सिलकर प्रकृति को सुंदर बनता है। धूप सिली तो छायाएं बिखर गई। एक अच्छी कविता है, सरल भाषा का प्रयोग किया है. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. छायाएं कैसे बिखर गई? धूप पड़ने से. സോറി, അടുത്ത ക്വസ്റ്റ്യൻ. पेड़ कविता के संदेश पर लघु लेख लिखे എന്നാണ്. പേട് കവിതാക്കെ സന്ദേശ് പർ ലഘു ലേഖ് ലിഖേം. പേട് എന്ന കവിതയുടെ സന്ദേശത്തിൽ എന്ത് ചെയ്യണം? ലഘു ലേഖ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ചെയ്തതാണ് ലഘുലേഖ്. ഇതിന് മുമ്പേ ഒരു എക്സാമിന് മുമ്പേ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലഘുലേഖ് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന സൂചനകളൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഹാച്ചിക്ക് കഹാനിക്ക ഇഹ് അംശ് പടേം. ഹാച്ചിക്ക് കഹാനി എന്ന പാഠഭാഗത്തിലെ നിങ്ങൾക്കിവിടെ തന്നിരിക്കുന്നത് ആ പാഠഭാഗത്തു നിന്നുള്ള കുറച്ച് വരികളാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് വായിച്ചതിന് ശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സഹി വികൽപ്പ് ചുൻകർ ലിഖിയാണ് ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സഹി വികൽപ്പ് ചുൻകർ ലിഖിൻ. ഉസ്നെ എന്നതിന്റെ വികൽപ്പാണ് നമുക്ക് നോക്കേണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും ഉസ്നെയാണ് അല്ലേ? 4 എണ്ണം ഉണ്ട്. 4ഉം ഉസ്നെ എന്നാണ് തന്നത്. അപ്പം നമുക്ക് കിട്ടേണ്ടത് ഉസ്നെ എന്നതിന്റെ ശരിയായ ഒരു വികൽപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. ഉസ്നെ എന്നതിന് വഹ് പ്ലസ് നെ ആണ്. എന്ത്? ഉസ്നെ. വഹ് പ്ലസ് നെ. ഉസ്നെ. വഹ് വരുമ്പോ ഉസ് ആണ് വരിക. വഹ് പ്ലസ് നെ എന്താണ്? ഉസ്നെ. ഹാച്ചി കിസ്കി പ്രതീക്ഷ കർ രഹാ താ ക്യോം. ഹാച്ചി ആരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു? എന്തുകൊണ്ട്? ഹാച്ചി ആരെയാണ് പ്രതീക്ഷിച്ചിരുന്നത്? പ്രൊഫസറിനെ അല്ലേ? हाची अपने मालिक प्रोफेसर को इंतजार करता था क्योंकि वह उनसे बहुत प्यार करता था. എന്തുകൊണ്ടെന്നാൽ ഹാച്ചി അദ്ദേഹത്തിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ബഹുത്ത് പ്യാർ. പ്യാർ എന്നാണ് കേട്ടോ. പാ പകുതി, ഇവിടെ പാ പകുതി ഉണ്ട്. പിന്നെ പാ പകുതി യായും. പാ പകുതി നിങ്ങൾക്ക് അറിയാലോ ഇടാന്. അങ്ങനെ പാന്റെ പകുതിയും യായും ആണ് പ്യാർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. हाची की मृत्यु के बारे में प्रोफेसर की पत्नी और दोस्त के बीच की बातचीत लिखी. ഹാച്ചിന്റെ മൃത്യു കെ ബാരേമേ. ഹാച്ചിയുടെ മരണത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ് ആര്? പ്രൊഫസറിന്റെ ഭാര്യയും ഫ്രണ്ടും കൂടെ ഹാച്ചിയുടെ മരണത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞത്. നോക്കാം, ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. മിത്ര ചോദിക്കുന്നു, തും കഹാം ജാ രഹാ ഹേ? നീ എങ്ങോട്ടാണ് പോകുന്നത്? പത്നി റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ. മിത്ര ക്യോം? എന്തിന്? ഹാച്ചിക്കോ മിൽനേക്കിലെ. ഹാച്ചിയെ കാണാൻ. ക്യാ ഹുവാ ഹാച്ചിക്കോ? ഹാച്ചിക്ക് എന്ത് സംഭവിച്ചു? ഹാച്ചി മർ ഗയ. ഹാച്ചി മരിച്ചു. അന്ത് തക്ക് വഹ ഇന്തസാർ നഹീ ചോട. അവസാനം വരെ അവൻ പ്രതീക്ഷ കൈവിട്ടില്ല. ഹാ ഉസി ജഗ ബൈട്ടെ ബൈട്ടെ ഉസ്നെ ദം തോട് ദിയ. അതെ, അതേ സ്ഥാനത്ത് ഇരുന്ന് തന്നെ അവൻ അവന്റെ ജീവൻ വെടിഞ്ഞു. അതാണ് നമ്മൾ ഉണ്ടാക്കിയ വാർത്താലാപ്. സങ്കല്പിച്ചെഴുതേണ്ടതാണ് വാർത്താലാപ്. അതായത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ഈ രീതിയിലല്ലെങ്കിൽ മറ്റു രീതിയിലും വാർത്താലാപ് എഴുതാവുന്നതാണ്. ഏത് രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് അതിന്റെ മാർക്ക് ലഭിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. ഹാച്ചി की कहानी के आधार पर പ്രൊഫസർ और ഹാച്ചി के बीच की दोस्ती पर ടിപ്പണിയാണ് അടുത്തത്. ഹാച്ചിയും അതുപോലെ തന്നെ പ്രൊഫസറും തമ്മിൽ ഒരു ദൃഢമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. വളരെ അടുത്ത ഒരു സുഹൃത്ത് ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ടിപ്പണി, ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം എഴുതിയത്. दोस्ती पर टिप्पणी. ഹാച്ചി की कहानी नामक कहानी का मुख्य पात्र है ഹാച്ചി और പ്രൊഫസർ. ഹാച്ചി की कहानी എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഹാച്ചിയും അതുപോലെ തന്നെ പ്രൊഫസറും. दोनों के बीच एक अटूट संबंध है. രണ്ടു പേർക്കും ഇടയിൽ വളരെയധികം ദൃഢമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. പ്രൊഫസർക്കോ ഉസ്നെ സടക്ക് സേ മിലാദ. ആ പ്രൊഫസറിന് ആ ഹാച്ചിയെ, ഉസ് എന്നുള്ളിടത്ത് ഹാച്ചി എന്ന് എഴുതിയാൽ മതി അല്ലേ? പ്രൊഫസർക്കോ ഹാച്ചി സേ സടക്ക് സേ മിലാദ. പ്രൊഫസറിന് ഹാച്ചിയെ റോട്ടിൽ നിന്ന് കിട്ടിയതായിരുന്നു. വ ഹമേശ പ്രൊഫസർ കെ സാത്ത് ചൽത്ത ഓർ കേൾത്ത. അത് എപ്പോഴും ഈ ഹാച്ചി എപ്പോഴും പ്രൊഫസറിനോടൊപ്പം നടക്കുകയും കളിക്കുകയും ചെയ്തിരുന്നു. പ്രൊഫസർ കെ സാത്ത്
ഹാച്ചി ഖുഷി ദി. പ്രൊഫസറിനോടൊപ്പം ഹാച്ചി സന്തോഷവാനായിരുന്നു. പ്രൊഫസർ കെ മർ ജാനെ കെ ബാദ് ഭി ഹാച്ചിനെ എന്തസാർ നഹി ചോട. പ്രൊഫസർ മരിച്ചതിന് ശേഷവും ഹാച്ചി പ്രതീക്ഷ കൈവിട്ടില്ല. ഓക്കെ, അത്രയാണ് നമ്മൾ ടിപ്പണി എഴുതിയത്. ഇനി അടുത്തത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ടിപ്പണി എഴുതാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്ന കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്. സടക്ക് സേ പിള്ള മിൽന ഹമേശ സാത്ത് ചലന പ്രൊഫസർ കെ ദൃഢ സംബന്ധ രഖന അന്ത് തക് ഇന്തസാർ കർണ. ജൂലിയാർ ലൂണ കഹാനി കൈ ഹംശ് പടേ. ഇനി അടുത്തത് ജൂലിയാർ ലൂണ എന്ന കഹാനിയിലെ ഭാഗമാണ്. അത് വായിച്ചതിന് ശേഷം താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. लड़की ने सेठ से वादा ले लिया. सारे पेड़ बेच गए. उस लड़की का नाम जूलिया है, उस पेड़ का नाम है लूना. दोनों आज भी पक्के दोस्त हैं. 738 ദിവസം വരെ മരം മുറിക്കാൻ പ്രതീക്ഷയോടിരുന്നതിന് ശേഷം ആളുകൾ അവിടെ നിന്ന് മിണ്ടാതെ പോയി. അപ്പോൾ പെൺകുട്ടി എന്താ പറഞ്ഞത്? വാദാകൊരു, വാഗ്ദാനം നൽകൂ, ഒരു മരവും മുറിക്കുകയില്ല എന്ന് വാഗ്ദാനം നൽകാൻ വേണ്ടി സേട്ടിനോട് പറയുന്നു. വാഗ്ദാനം വാങ്ങിക്കുന്നു. അങ്ങനെ എല്ലാ മരങ്ങളും രക്ഷപ്പെടുന്നു. ആ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ, മരത്തിന്റെ പേരാണ് ലൂണ. അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്നാണ് ആ പാരഗ്രാഫിലുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. കോഷ്ടക കെ ശബ്ദോ കി സഹായത സെ വാക്യ വിസ്താർ കരേം. വാക്യ വിസ്താർ ചെയ്യാനാണ് പറഞ്ഞത്. സെന്റൻസുകൾ ഉണ്ടാക്കുക. ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള സൂചന തന്നിട്ടുണ്ട്. പേടോം കോ. ഈ പേടോം കോ എന്ന് വെച്ചിട്ടൊരു സെന്റൻസ് ഉണ്ടാക്കുക. സാരേ എന്ന് വെച്ചിട്ടൊരു സെന്റൻസ് ഉണ്ടാക്കുക. കട്ട് ജാനെ സേ എന്ന് വെച്ചിട്ടൊരു സെന്റൻസ് ഉണ്ടാക്കുക. അപ്പോൾ 3 സെന്റൻസ് ഉണ്ടാക്കാനുള്ള ശബ്ദം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. ഒന്നാമത്തെ നമുക്ക് എന്താ പറയുക, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യം തന്നെയാണ് എഴുതിയത്. ലഡ്കീനെ ബച്ചായ. ക്വസ്റ്റ്യനില് ലഡ്കീനെ ബച്ചായ കണ്ടോ, ലഡ്കീനെ ബച്ചായ. അടുത്തത് പേടോം കോ സാരെ കട്ട് ജാനെ സേ. ആ 3 എണ്ണം എടുത്തിട്ട് നമുക്ക് ചെയ്യണം. ലഡ്കീനെ പേടോം കോ ബച്ചായ. ഇവിടെ പേടോം നട്ടോ, ലഡ്കീനെ പേടോം കോ ബച്ചായ. പേടോം കോ എന്നാണല്ലോ നമുക്ക് ഇവിടെ തന്നത്. പേടോം കോ ഇതെടുത്തിട്ടാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കിയത്. ലഡ്കീനെ പേടോം കോ ബച്ചായ. അടുത്തതോ ലഡ്കീനെ സാരേ പേടോം കോ ബച്ചായ. അപ്പൊ നമ്മൾ ഇവിടേക്ക് എന്താ എടുത്തത്? സാരേ അല്ലേ. രണ്ടാമത് ഇവിടെ സാരേ എന്നുണ്ടല്ലോ, അതെടുത്തിട്ട് അടുത്ത സെന്റൻസ് ഉണ്ടാക്കി. ലഡ്കീനെ സാരേ പേടോം കോ ബച്ചായ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കട്ട് ജാനെ അല്ലേ. നമ്മൾ മൂന്നാമത്തെ എന്താണ്? കട്ട് ജാനേസേ എന്നാണ്. ഈ കട്ട് ജാനേസേ ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത്. സെന്റൻസിലേക്ക് ആവശ്യമായിട്ടുള്ള ശബ്ദം എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ലഡ്കീനെ സാരേ പേടോം കോ കട്ട് ജാനേസേ ബച്ചായ. പെൺകുട്ടി എല്ലാ മരങ്ങളെയും മരം മുറിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഹചാൻ കർ ലിഖേ കി കോൺ സാ ക്രമ സഹി ഹെ. തിരിച്ചറിഞ്ഞെഴുതാൻ ഏത് ക്രമമാണ് ശരി എന്നത്. ഇവിടെ താഴെ തന്നിരിക്കുന്ന വികൽപ്പ് ഇതിൽ ഏതൊക്കെയാണ് ശരി, അതാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് ശരി ഉത്തരം കണ്ടെത്തിയാൽ ഇതില് ഈ ച ദ അതൊക്കെ ഇതാണ് കണ്ടോ. ഈ ച പിന്നെ ഏതാണ്? ദ. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ തന്നത്. പിന്നെ ഈ ച ത അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇവിടെ നിന്നതാ ഈ ഒരു അക്ഷരങ്ങളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പറഞ്ഞല്ലോ, ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന മാറ്റം. പുതിയ ഈ വർഷം വന്നിരിക്കുന്ന മോഡൽ മാറി വന്ന ക്വസ്റ്റ്യനാണിത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. മോഡൽ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കാം. ജൂലിയ ആർ ലൂണ ഏതാണ് ഇവിടെ യോജിക്കുന്നത്? നോക്കാം. ജൂലിയ ആർ ലൂണ അച്ഛേ ദോസ്ത് ഹേ അല്ലേ. ജൂലിയയും ലൂണയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ആൻസർ എങ്ങനെയാ കിട്ടിയത്? ചായും ധായും. അപ്പൊ നമുക്ക് നോക്കാം. ച ദ കണ്ടോ. പിന്നെ ഹട്ടേ കട്ടേ ആത്മിയോംനെ ലഡ്കി കോ ധമക്കായ. ഹട്ടേ കട്ടേ ആത്മി
എന്താ ചെയ്തത്? പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലേ? മരത്തിൽ കയറിയിട്ട് മരത്തിൽ നിന്ന് ഇറങ്ങാനൊക്കെ വേണ്ടി ഭീഷണിപ്പെടുത്തി അവളെ ഇറക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർ ചെയ്തു, ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അട്ടേ കട്ടേ ആത്മീയോനെ അപ്പോൾ ഏതാ വരുന്നത്? ഓച്ചായും ധനം ദായും. ഓച്ചായും ധനം ദായും ഇവിടെ വന്നിരിക്കുന്നു. അടുത്തത് സേട്ടിനെ വാധാക്കിയ അല്ലെ? സേട്ട് എന്താ ചെയ്തത്? വാഗ്ദാനം നൽകുകയാണ് ചെയ്തത്. അപ്പൊ ജായും തായും 3 ശരിയായിട്ട് വരുന്നത് ഏതാണ്? ഈ ക എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ് 3 ശരിയായിട്ട് വരുന്നത്. ഇതൊക്കെ 3 ശരിയായിട്ട് വരുന്നില്ല. ഓക്കെ, ഇതിൽ 3 ശരിയായിട്ട് വരുന്നില്ല, തെറ്റാണത്. ഇതാണ് ശരിയായിട്ട് 3 ശരിയായിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഇനി ജൂലിയ के दृढ़ निश्चय का समाचार अखबारों में आया. लड़की ने पेड़ पर चढ़कर किया विरोध शीर्षक पर समाचार लिखे. ഈ നിങ്ങൾക്ക് ഒരു പത്രവാർത്ത, റിപ്പോർട്ട്, സമാചാർ എഴുതുന്ന സമയത്ത് അതിനൊരു ഹെഡിങ്, സൈഡ് ഹെഡിങ് കൊടുക്കണം അല്ലെ? ഒരു ശീർഷകം നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ആ ശീർഷകം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായി ശീർഷകം ഇതന്നെ കൊടുത്താൽ മതി. ഈ ശീർഷകം കൊടുത്തുകൊണ്ട് പിന്നെ സ്ഥലത്തിൻ്റെ പേരും എഴുതിയിട്ട് സമാചാർ അങ്ങോട്ട് എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നോക്കാം, സമാചാർ എഴുതിയത് നോക്കാം. ലഡ്ക്കീനെ പേട് പർ ചടുക്കർ കിയ വിരോധ്, നമ്മൾ അതിന് ഹെഡിങ് കൊടുത്തു. ഇനി സ്ഥലത്തിൻ്റെ പേര് കൊടുത്തു. ജൂലിയ 738 दिन तक पेड़ को काटने से रक्षा की. बह पेड़ पर घोंसला बनाया. सेठ पेड़ काटने से असफल हुआ. अंत में 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. लड़की ने सेठ को वादा ले लिया. लड़की ने पेड़ का रक्षा की. അത് നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു പത്രവാർത്ത എഴുതി പഠിച്ചതാണ്. അത് തന്നെ നിങ്ങൾ ഹെഡിങ് മാറ്റിയിട്ട് ഇവിടെ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ജൂലിയ ഓർ ലൂണേൻ്റെ സമാചാർ നമ്മൾ നോക്കി. ഇനി ഓർ ക്വസ്റ്റ്യൻ ആണ്. ജൂലിയ ने सेठ से पेड़ को कभी नहीं काटने का वादा लिया. ജൂലിയ ഡയറി में यह लिखती है, वह डायरी लिखे. അപ്പോൾ ജൂലിയയുടെ ഡയറിയാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. ഡയറി എഴുതിയത് നോക്കാം. ജൂലിയാക്കി ഡയറി എഴുതുമ്പോൾ ദിനാങ്ക് എഴുതണം. ദിൻ എഴുതിയിട്ടുണ്ട്, ഡേറ്റ് എഴുതിയിട്ടുണ്ട് അല്ലേ? ഡേറ്റ് മനസ്സിലായോ? ഡേയും ഡേറ്റും എഴുതണം. അതാണ് ഡയറിക്ക് എപ്പോഴും വേണ്ടത്. ആജ് ഖുഷി കാ ദിൻ താ, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. 738 दिन के बाद आज मैं पेड़ से उतरी. ഇന്ന് ഞാൻ മരത്തിൽ നിന്ന് ഇറങ്ങി. 738 ദിവസത്തിന് ശേഷം ഞാൻ മരത്തിൽ നിന്ന് ഇറങ്ങി. ആഖിർ ലൂണ और सारे पेड़ बच गए. അവസാനം ലൂണയും മറ്റെല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു. വേ ഹമാരി ദോസ്തി പർ ഹാർ മാൻ ഗയെ. അവർ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ പരാജയം സംഭവിച്ചു. അതായത് ആ മരം മുറിക്കാൻ വന്ന ആളുകൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ അവർക്ക് പരാജയപ്പെടേണ്ടി വന്നു. ലൗഡ്നെ സേ പഹലെ സേട്ട് സേ പേടോം കോ കബി നഹീ കാട്ട്നെ കാ വാദാ ബി ലേ ലിയ. തിരിച്ചു പോകുന്നതിന് മുമ്പ് സേട്ടിൽ നിന്നും ഒരിക്കലും മരങ്ങളൊന്നും മുറിക്കുകയില്ല എന്ന വാഗ്ദാനവും വാങ്ങിച്ചു. അത്രയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഡയറി ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹാജി കി കഹാനി എന്ന പാഠഭാഗത്തു നിന്നാണ്. आखिर प्रोफेसर गुदू उसे घर तक छोड़कर आए और दफ्तर देर से गए. शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले तो देखा बाहर सड़क पर हाथी उनका इंतजार कर रहा है. वह उनके साथ साथ पैदल घर लौटा. फिर तो यह रोज का सिलसिला बन गया. वह उनके साथ साथ पैदल घर लौटा. यहाँ वह कौन है? അവൻ അദ്ദേഹത്തോടൊപ്പം കാൽനടയായിട്ട് വീട്ടിലേക്ക് തിരിച്ചു. അവൻ എന്ന് പറഞ്ഞത് ആരെയാണ് എന്നാണ് ചോദിച്ചത്. ആരെയാണ്? ഹാച്ചിയാണ് പറഞ്ഞത്. ഹാച്ചിയാണ് വഹ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
हाची के बारे में बताते हुए प्रोफेसर अपने मित्र के नाम पत्र लिखते हैं. പ്രൊഫസർ का പത്ര लिखे. ഹാച്ചിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രൊഫസർ മിത്രത്തിന്റെ പേരിൽ കത്തെഴുതുന്നു. ആ കത്ത് സങ്കല്പിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പത്ര, സ്ഥാൻ, താരിഖ്. പത്ര നമ്മളിവിടെ അങ്ങനെ പത്രം എഴുതിയതാണത് അത് കേട്ടോ. അത് പ്രിന്റ് ചെയ്യണ സമയത്ത് വന്ന മാറ്റാണ്. പത്രം നമ്മൾ മുകളിൽ എഴുതിയതാണ്. പിന്നെ സ്ഥാൻ താരിഖ് എവിടെയാണ് എഴുതേണ്ടത്? സ്ഥാൻ താരിഖ് നമ്മൾ ഈ സൈഡിലായിട്ടാണ് എഴുതേണ്ടത് അല്ലേ? സ്ഥാൻ താരിഖ്. സ്ഥാൻ ഇവിടെ അടുത്തേക്ക് തന്നെ എഴുതി തരാം. സ്ഥാൻ താരിഖ് 2 പേജിലായിപ്പോയി, അതാണ് കേട്ടോ. സ്ഥാൻ എന്നുള്ളത് മറ്റേ പേജിലാണ് വന്നത്. സ്ഥാൻ താരിഖ്. പിന്നെ പ്രിയ മിത്ര, തും കൈസേ ഹോ, ഘർ മേ സബ് കുശൽ ഹേന, നിനക്ക് സുഖമല്ലേ, വീട്ടിലുള്ള എല്ലാവർക്കും സുഖമല്ലേ. തുമ്നെ ഏക്ക് ഖാസ് ബാത്ത് ബതാന ചാത്താ ഹോ, ഞാൻ നിന്നോടൊരു പ്രധാന കാര്യം പറയാൻ, ബതാന എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നു. പിछले हफ्ते मुझे सड़क से एक शानदार पिल्ला मिला. കഴിഞ്ഞ ആഴ്ച എനിക്ക് റോട്ടിൽ നിന്നും മനോഹരമായ ഒരു പട്ടിക്കുട്ടിയെ കിട്ടി. ഉസ്കോ മാലിക് നഹീം ഥാ, അതിന് മാലിക് ഉണ്ടായിരുന്നില്ല. ഉസ്കാ നാം ദാ ഹാച്ചി, അതിന്റെ പേരെന്തായിരുന്നു? ഹാച്ചി എന്നായിരുന്നു. ഇവിടെ ചാക്ക് പകരം മായാണ് വന്നത് കേട്ടോ. ഇവിടേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. ചാന്ന് ഹാച്ചി. മേം ഉസേ ബഹുത്ത് പ്യാർ കർത്താവ്, ഞാൻ അതിനെ വളരെയധികം സ്നേഹിക്കുന്നു. ധീരെ ധീരെ വഹ മേരെ ഗർക്കായൊക്കെ സദസ്യ ബൻ ഗയ, പതുക്കെ പതുക്കെ അത് എൻ്റെ വീട്ടിലെ ഒരു അംഗമായി മാറി. ഉസ്കെ ബിനാ ജീനാ ബി മുഷ്കിൽ ഹെ, അതിനെ കൂടാതെ ജീവിക്കുക എന്നത് പോലും പ്രയാസകരമായിരിക്കുന്നു. അത്രയും ഞാൻ അതിനെ സ്നേഹിക്കുന്നു എന്നാണ് കത്തിലാര് എഴുതിയിരിക്കുന്നത്? പ്രൊഫസർ എഴുതിയിരിക്കുന്നത്. ഏക് ദിൻ ഹാച്ചിക്കോ മിൽനെ സെ ഗർ ആനാ ചാഹിയേ എന്ന് വേണം കേട്ടോ. നീ വീട്ടിലേക്ക് വരണം എന്നാണ് പറയുന്നത്. ഒരു ദിവസം ഹാച്ചിയെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വീട്ടിലേക്ക് വരണം. ജവാബിക്ക് പ്രതീക്ഷാമേ, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. ഇവിടെ പ്രതീക്ഷ എന്നാണ് കേട്ടോ. ജവാബിക്ക് പ്രതീക്ഷാമേ, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. തുമാരാ മിത്ര, നിന്റെ സുഹൃത്ത് പേര് ഹസ്താക്ഷർ. നീ സേവാമേ നാം പദ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീച്ചെ ദിയെ ചിത്രോं को पहचान कर കിനിയും ദോക്കെ ബാരമേ ഏക്ക് വാക്യലിക്കുകയും. ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഈ 4 ചിത്രം നോക്കിയിട്ട് ഓരോന്നിനെ കുറിച്ച് എന്ത് ചെയ്യണം? സെന്റൻസ് എഴുതണം. എന്താണ് ഈ കുട്ടികൾ ചെയ്യുന്നത്, ഇവിടെ ഇവരെന്താണ് ചെയ്യുന്നത് ഒക്കെ ചിത്രം നോക്കിയിട്ട് സെന്റൻസ് എഴുതാനാണ് പറഞ്ഞത്. 2 എണ്ണത്തിന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 എണ്ണത്തിന്റെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നോക്കാം. ബച്ചേ ഫുട്ബോൾ ഖേൽ രഹേ ഹേ, നമ്മൾ ഫസ്റ്റിലെ ചിത്രത്തിൽ കണ്ട കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഫുട്ബോൾ കളിക്കുന്നു. അതിന് രണ്ടാമത്തത് ലഡ്കി ബില്ലിക്ക് സാത്ത് ഖേൽ രഹി ഹേ, പെൺകുട്ടി എന്താ ചെയ്യുന്നത്? പൂച്ചയുടെ കൂടെ കളിക്കുന്നു. കണ്ടോ ഈ ചിത്രം. ഇനി അടുത്തത് ഫൂല് പർ ഏക്ക് മധുമക്കി ബൈഠി ഹേ, പൂവിൽ ആരുണ്ട്? ഒരു തേനീച്ച ഇരിക്കുന്നുണ്ട്. ഫൂല് പർ ഏക്ക് മധുമക്കി. ഇനി അടുത്തത് ലഡ്കി ബില്ലിക്ക് സാത്ത് ഖേൽ, ലോഗ് പേട് കാട്ട് രഹേ, അത് നമ്മൾ പറയാൻ വിട്ടുപോയി അല്ലേ? ലോഗ് പേട് കാട്ട് രഹേ ഹേ, അതാണ് ഇവിടെ ഉള്ളത്. ആളുകൾ മരം മുറിക്കുന്നു. ലോഗ് പേട് കാട്ട് രഹേ, ആളുകൾ മരം മുറിക്കുന്ന ചിത്രം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രോം കെ ആധാർ പർ 2 പ്രശ്ന ബനായേം, ചിത്രം അടിസ്ഥാനമാക്കിയിട്ട് 2 ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇവരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമ്മൾ സെന്റൻസ് എഴുതി. ഇനി അതിനെന്ത് ചെയ്യണം? 2 ചോദ്യം, അതിൽ നിന്നും 2 ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ നോക്കാം, ചോദ്യം ഉണ്ടാക്കിയത് നോക്കാം. ലഡ്കി ക്യാ കർ രഹാ ഹേ അല്ലേ? ലഡ്കി ക്യാ കർ രഹാ, പെൺകുട്ടി എന്താണ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? പെൺകുട്ടി പൂച്ചയോടൊത്ത് കളിക്കുന്നു അല്ലേ? നമ്മളുടെ ലഡ്കി ബില്ലിക്ക് സാത്ത് ഖേൽ രഹി ഹേ എന്ന് ഉത്തരം എഴുതിയാണ്. അതിന്റെ ചോദ്യമാണ് ഇപ്പം ഉണ്ടാക്കിയത്. ലഡ്കി ക്യാ കർ രഹി ഹേ എന്ന്. ക്യാ കർ രഹി ഹേ, ലഡ്കി ക്യാ കർ രഹി ഹേ. അടുത്തത് ലഡ്കെ ക്യാ കർ രഹേ, ലഡ്കെ ആൺകുട്ടികൾ എന്താണ് ചെയ്യുന്നത്? അവര് ഫുട്ബോൾ കളിക്കുന്നു.
മധുമക്കി കഹാം ബൈട്ടി ഹെ, മധുമക്കി എവിടെയാണ് ഇരിക്കുന്നത്? മധുമക്കി കഹാം ബൈട്ടി ഹെ. അപ്പം നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ ചെയ്തു. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പെട്ടെന്ന് തന്നെയാണ് ആൻസറൊക്കെ എഴുതിയത്. ക്ലാസ് എടുത്തതും കുറച്ച് സ്പീഡിലാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. Okay.